കേരളത്തിലെ 35 വയസ്സിന് താഴെയുള്ള യുവതികൾ, യുവാക്കൾ അവരെ സംബന്ധിച്ച് കേരള പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഡേർട്ടി പൊളിറ്റിക്സ് ആയിട്ടാണ് അവർ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. ഏതൊരു 4 പേര് കൂടുന്നിടത്ത് കേരള പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു സ്ഥലം. അത് കേരള പൊളിറ്റിക്സിനെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിലെ ഏത് പൊളിറ്റിക്സ് പറഞ്ഞാലും അവർ പറയുന്നത് അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേർട്ടി പൊളിറ്റിക്സ് എന്നുള്ള രീതിയിലാണ്. എന്തുകൊണ്ടാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡേർട്ടി പൊളിറ്റിക്സിലോട്ട് മാറുന്നത്? എന്തുകൊണ്ടാണ് ഈ ജനങ്ങളെ സേവിക്കാനായിട്ടുള്ള അവസരം അത് മുതലാക്കാതെ കൂടുതലായിട്ട് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ഫോക്കസ്ഡായി ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കി കാര്യങ്ങളൊന്നും ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇവര് ഇലക്ഷന് വേണ്ടി നിൽക്കുമ്പോൾ മാത്രം ചില സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യുന്നു, ചില ആളുകളുമായിട്ട് സംസാരിക്കുന്നു, വോട്ട് ചോദിക്കുന്നു, തിരിച്ചു പോകുന്നു. പിന്നെ അതിനുശേഷം കാണുന്നത് അടുത്ത ഇലക്ഷൻ വരുന്നു, വോട്ട് ചോദിക്കുന്നു, പിന്നെയും പോകുന്നു. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സംഭവമാണ് ഇപ്പൊ 2026 ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആളുകളും ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി. അപ്പൊ ഈ സ്ഥാനാർത്ഥിയുടെ കൂടെ വരുന്ന ആൾക്കാരും ഇവരോട് തട്ടിക്കേറുകയും വഴക്കുണ്ടാക്കി അവർ തിരിച്ചു പോകുന്നതും കാണാനുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവർക്ക് അവസരം ഉണ്ടായ സമയത്ത് അവരത് ചെയ്യാതെ അതിന് പകരം അവർ കൂടുതലായിട്ട് ഈ പൊളിറ്റിക്സ് എന്ന ഡേർട്ടി ഗെയിം കളിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യങ്ങളിൽ മാത്രം പോയത് കൊണ്ടാണ് ജനങ്ങൾ ഇതേപോലെയുള്ള സ്ഥാനാർത്ഥികളോ സപ്പോർട്ടേഴ്സോ വരുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു വഴക്കിലോട്ട് അവസാനിക്കുകയും ചെയ്യുന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ധാരാളമായിട്ട് ജനങ്ങളോട് സംസാരിക്കുക, നിങ്ങളുടെ ഐഡിയാസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഷെയർ ചെയ്യുക. ഏതൊരു പാർട്ടി വന്നാലും ജനങ്ങളായ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആഗ്രഹം, ജനങ്ങൾക്ക് ഏത് രീതിയിലും അവരുടെ ലൈഫ് നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളുടെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി അത് ചെയ്യുമ്പോഴാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങളോടൊരു സ്നേഹവും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്കും തോന്നുന്നത്. സോ ഒരു മാറ്റമാണ് ഞങ്ങൾ ഈ ഇലക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ വരുന്നു, ഇലക്ഷന് വേണ്ടി വോട്ട് ചോദിക്കുന്നു, പോകുന്നു, പൈസ ഉണ്ടാക്കുന്നു, പിന്നെയും തിരിച്ചു വരുന്നു, പിന്നെയും ഇലക്ഷന് വേണ്ടി വോട്ട് ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്.